Sir, good morning and welcome to the show. Morning, Vishnu. Morning, viewers. സാർ നമുക്ക് ആദ്യം US മാർക്കറ്റിലോട്ട് തന്നെ ഒന്ന് പോകാം. US മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു താഴ്ന്ന നിലയിലുള്ള ഒരു വ്യാപാരമായിരുന്നു കാണാൻ സാധിച്ചത്. ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ സൂചികയിലേക്ക് 0.5% താഴേക്കുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തിരുന്നത്. US മാർക്കറ്റിലെ ഇനി താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നമ്മൾ അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് വീണ്ടും 42,400 42,800 ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. സോ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റമില്ല. നമ്മൾ ന്യൂയോർക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന സിറ്റി ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. JP മോർഗൻ നോക്കുമ്പോഴേക്കും JP മോർഗനിലും അതേപോലെ ബുള്ളിഷ് സെറ്റപ്പ് നിലനിൽക്കുന്നുണ്ട്. JP മോർഗന്റെ കേസിൽ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നു $270 ലെവലില്ല. നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സ് എന്നുള്ള ഒരു സൈഡ് വൈസ് പാറ്റേൺ ആയിരിക്കും കാഴ്ചവെച്ചത്. 21,600 പോയിന്റ് ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ക്രൂഡ്, ബ്രന്റ് ക്രൂഡ് തുടങ്ങിയ കമ്മോഡിറ്റിയിലൊക്കെ 1.5% ഒരു മികച്ച മുന്നേറ്റം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 വീക്കുകളൊക്കെ ആയിട്ട് ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഇപ്പോൾ ക്രൂഡിന് സാധിക്കുന്നുമുണ്ട്. ക്രൂഡിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ ഇന്നലെ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ നല്ല ചാൻസസ് ഉണ്ടെന്ന്. നമ്മളിപ്പോ ബ്രന്റ് ക്രൂഡിന്റെ കേസിൽ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $67 ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ $1.5 മുതൽ $2 നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $64 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, നമുക്ക് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു താഴ്ന്ന നിലയിലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഇന്നലെ ഒരു വ്യാപാരം അവസാനിപ്പിച്ചതായിട്ട് കാണാൻ സാധിച്ചത്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് തുടങ്ങിയ സൂചികയിലൊക്കെ അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട സൂചികയിലൊക്കെ നമുക്ക് ഒരു ഇടിവ് ഇന്നലെ മാർക്കറ്റ് രേഖപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഫ്റ്റി നോക്കുമ്പോൾ ഏകദേശം 1% ഒരു ഇടിവിൽ 24,683 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് ഉണ്ടായത്. നിഫ്റ്റിയിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ? താങ്കളുടെ ഒരു നിഫ്റ്റിയിൽ ഒരു ഫ്യൂച്ചറിലെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? നിഫ്റ്റി 50 നമ്മളെ വെറും കഴിഞ്ഞ 2-3 ട്രേഡിംഗ് പാറ്റേൺ അല്ല നോക്കേണ്ടത്. നമ്മൾ April 7 മുതലുള്ള നേട്ടം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. April 7 ശേഷം നമുക്ക് മാർക്കറ്റിൽ കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങോ കറക്ഷനോ ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി നേട്ടം നൽകിയിരിക്കുന്ന സ്റ്റോക്സിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നൽകാവുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ 10-15 ദിവസത്തിനിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40-45% നേട്ടമായിരുന്നു നൽകിയത്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ അതേപോലെ തന്നെ ഈക്വലി ഷാർപ്പായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരിക്കണം നല്ല ഫൈനാൻഷ്യൽസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സർ, ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഏകദേശം 1% ഒരു ഇടിവ് തന്നെയാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. 54,877 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 55,700 ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന്റെ മുകളിൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. മേജർ സപ്പോർട്ടായിട്ട് ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ലെവൽ 53,500 ആയിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഷോർട്ട് ടേമിൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സാർ, ഇനി സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത് NLC ഇന്ത്യയെ പറ്റിയാണ്. ഇന്നലെ 1.75% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും പാദഫലം വന്നപ്പോൾ മികച്ച ഒരു മുന്നേറ്റം ലാഭത്തിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 321% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് കമ്പനി. കൂടാതെ വരുമാനത്തിൽ ഏകദേശം 8.3% ഒരു നേട്ടവും കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരു പാസ്റ്റ് ട്രേഡിംഗ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞൊരു ജൂലൈയിലായിരുന്നു. അതിനുശേഷം ഒരു നേരിയ ഇടിവൊക്കെ രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏകദേശം ഒരു 20% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. NLCയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NLCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. സർ, ഇനിയൊരു സ്റ്റോക്ക് നമുക്ക് ലഭ്യമായിരിക്കുന്നത് പാദഫലം ഇന്നലെ ലഭ്യമായിട്ടുള്ള ആംബർ എന്റർപ്രൈസസ് ആണ്. നമുക്ക് വരുമാനം നോക്കുമ്പോൾ ഏകദേശം 48% ഒരു ഉയർച്ചയാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിലും 80% ഒരു നേട്ടം ആംബർ രേഖപ്പെടുത്തിയിരുന്നു. നമുക്ക് നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 3% ഒരു നേട്ടം രേഖപ്പെടുത്തി 6,444 എന്നൊരു നിലയിലായിരുന്നു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. ആംബറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആംബർ എന്റർപ്രൈസസ് ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്.
ആൻഡ് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ 6800 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് CCL ആണ്. CCL ഇന്നലെ നോക്കുമ്പോൾ ഏകദേശം 9% ഒരു നേട്ടം രേഖപ്പെടുത്തിയ രീതിയിലായിരുന്നു ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. 830 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് നമുക്ക് CCLൻ്റെതായി കാണാൻ സാധിക്കുക. നമ്മളൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോഴും കഴിഞ്ഞ ഒരു 3 വീക്കുകളായിട്ട് മികച്ചൊരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CCLൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CCLന്റെ കേസിൽ മെയ് മാസത്തിന് ശേഷം നമുക്ക് ഒത്തിരി നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് കറന്റ് ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തൊരു സ്റ്റോക്ക് അറിയേണ്ടത് ഫൈസർ ആണ്. ഇന്നലെ നോക്കുമ്പോൾ 10% ഒരു മുന്നേറ്റമാണ് ഫൈസറിന്റെ ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് ഏകദേശം ഒരു 15% റിട്ടേൺ രേഖപ്പെടുത്തിയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു ഏപ്രിൽ ലാസ്റ്റ് വീക്ക് തൊട്ട് ഒരു വീക്ക്ലി ട്രേഡിൽ നോക്കുമ്പോൾ ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുമുണ്ട്. ഫൈസറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫൈസറിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ നല്ലൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ സൈഡ് വേസ്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 5500 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. സാർ, ഇനി അറിയേണ്ടത് ABB ഇന്ത്യയെ പറ്റിയാണ്. നിലവിൽ ഇന്നലെ 1.7% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് മനസ്സിലാകുന്നത്. ജൂണിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് സ്റ്റോക്കിൽ നമുക്ക് ഒരു ഇടിവാണ് കഴിഞ്ഞ ഒരു മന്ത്ലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 40%-ലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തി സ്റ്റോക്ക് കഴിഞ്ഞൊരു മാസം ഒരു ബോട്ടം കണ്ടതായിട്ടുള്ള ഒരു ട്രേഡിംഗ് പാറ്റേൺ കാണിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ഈ ഒരു സ്റ്റോക്കിൽ ഒരു കറക്ഷൻ കഴിഞ്ഞ ഒരു ബോട്ടം കണ്ടോ? ABB ഇന്ത്യയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ്, ലോങ് ടേം ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ്. സോ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 5400 രൂപയുടെ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് വാങ്ങിക്കാൻ സാധിക്കും. സാർ, ഇനി അറിയേണ്ടത് പ്രാജ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. 1.29% ഒരു ഇടിവാണ് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 488 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് പ്രാജ് ഇൻഡസ്ട്രീസിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു മാസം ഇടിവ് രേഖപ്പെടുത്തിയുള്ള ഒരു നിലയിലായിരുന്നു സ്റ്റോക്കിന്റെ ഒരു ക്ലോസിംഗ് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രാജിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, പ്രാജ് ഇൻഡസ്ട്രീസിന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഇറ്റ് ഇസ് സൈഡ് വേസ്, ഇറ്റ് ഇസ് കൺസോളിഡേറ്റിംഗ്. സോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കണമെങ്കിൽ 540 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 540 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 580. സോ ലെറ്റ് us wait and see ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. സാർ, ഇനി ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്നലെ ഒരു നേരിയ തോതിലുള്ള ഒരു ഇടിവ് മാത്രമാണ് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സ്റ്റോക്ക് നോക്കുമ്പോൾ 28 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്ന ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മാസവും കഴിഞ്ഞൊരു മാസവും ഇപ്പോൾ ഒരു നേട്ടത്തിലുള്ള ഒരു ട്രേഡിംഗ് ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ഏപ്രിൽ 7-ാം തീയതി നിഫ്റ്റി 50യോടൊപ്പം തന്നെയായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് വലിയൊരു മുന്നേറ്റം നമുക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. സോ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 26 മുതൽ 27 രൂപ വരെ ആ ഒരു റേഞ്ചിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് എൻട്രി. സാറിനെ അറിയേണ്ടത് ഡോംസിനെ പറ്റിയാണ്. ഡോംസ് ഇന്നലെ 8% വലിയ തോതിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 2548 എന്നൊരു നിലയിലാണ് ഡോംസിന്റെ ഒരു ട്രേഡിംഗ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോംസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡോംസിന്റെ കേസിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 2 മാസങ്ങളായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ഈ സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് വന്നു തുടങ്ങിയിട്ടുണ്ട്.
അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കുകയോ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2480 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സാർ ഇനി അറിയേണ്ടത് ബാങ്കിങ് സെക്ടറിലെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള HDFC ബാങ്കിനെ പറ്റിയാണ്. നിലവിൽ ഇന്നലെ 1% ഒരു ഇടിവായിരുന്നു HDFC ബാങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. 1914 എന്നുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഒരു മാസം സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെയുള്ള ഒരു ലെവലിലാണ് നമുക്കിപ്പോൾ ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാകും, അതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണോ ഉടനെ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഓഹരിയിൽ? HDFC ബാങ്കിന്റെ കേസിൽ ബാങ്കിങ് ഇൻഡെക്സിനെ നയിച്ച ഒരു സ്റ്റോക്ക് ആയിരുന്നു HDFC ബാങ്ക്, പർട്ടിക്കുലർലി മാർച്ച് മാസത്തിന് ശേഷം. ആൻഡ് ഈ സ്റ്റോക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഏപ്രിൽ 23 ആയിരുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്ക് നൽകിയത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, എസ്പെഷ്യലി നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ 1875 രൂപയിലായിരിക്കണം നമ്മൾ സപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ നമുക്ക് ഇപ്പോൾ എടുക്കാൻ സാധിക്കത്തില്ല. സോ ലെറ്റ് us വെയിറ്റ് ഫോർ ദിസ് കറക്ഷൻ ടു ബി ഓവർ. സാർ ഇനി അറിയേണ്ടത് മോയിലിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു മാർക്കറ്റ് പ്ലസിലൊക്കെ ഈ ഒരു സ്റ്റോക്കിനെ പറ്റി ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. മോയിൽ എന്തായാലും നോക്കുമ്പോൾ ഇന്നലെ 0.6% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് ഈ മാസം നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഒരു 15% ഒരു റിട്ടേൺ ഓൾറെഡി തന്നിട്ടുണ്ട്. മോയിലിൽ താങ്കളുടെ ഇനിയൊരു ഫ്യൂച്ചർ എന്താണ് കാണുന്നത്? ഓയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് ബുള്ളിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഏപ്രിൽ 7 ശേഷം ഈ സ്റ്റോക്കിലും കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. നമ്മുടെ കൈവശം ഒരു ട്രേഡിങ്ങിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 419 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ ഇനി അറിയേണ്ടത് PG ഇലക്ട്രോപ്ലാസ്റ്റിനെ പറ്റിയാണ്. 4% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 822 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിന്റെ നിലവിലത്തെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും കഴിഞ്ഞ ഒരു മന്ത്ലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ജൂലൈ മാസത്തിന് ശേഷം വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയിരുന്നു. അതായത് ജാനുവരിയിൽ പിന്നീട് ഒരു ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം പിന്നീട് ഒരു മന്ത്ലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുമുണ്ട്. PG ഇലക്ട്രോപ്ലാസ്റ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? PG ഇലക്ട്രോപ്ലാസ്റ്റ് വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 750 രൂപയിലെ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ 2 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസസ് ഉടനടി കാണുന്നത്. ആദ്യത്തെ 840, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിന് പെട്ടെന്ന് തന്നെ 875 രൂപ വരെ നേട്ടം നൽകാൻ സാധിക്കും. അതിനുശേഷം നമുക്കൊരു ബുള്ളിഷ് ട്രേഡ് ലഭിക്കണമെങ്കിൽ 900 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ ഇനി നമുക്ക് അറിയേണ്ടത് ചാമ്പലിനെ പറ്റിയാണ്. ചാമ്പൽ എന്റർപ്രൈസസ് ഫെർട്ടിലൈസേഴ്സ്. നമ്മൾ ചാമ്പലിന്റെ ഒരു ഓഹരി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിലത്തെ ഒരു സ്റ്റോക്കിന്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സാർ എനിക്ക് ആ ഒരു ഡാറ്റ ഇപ്പോൾ ലോഡ് ആകുന്നില്ല, താങ്കൾക്ക് ആ ഒരു ഡാറ്റ ലഭ്യമാണെങ്കിൽ ഒന്ന് പറയാമോ? ചാമ്പൽ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഒത്തിരി നേട്ടമായിരുന്നു കഴിഞ്ഞ 2-3 മാസത്തിനിടെ നൽകിയിരിക്കുന്നത്. ആൻഡ് ഈ സ്റ്റോക്ക് നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത് ഈ മാസം 6 ആയിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ടേണിംഗ് ബെയറിഷ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീണ്ടും എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി അടുത്ത 2-3 സെഷൻസിനിടെ നടക്കാൻ ചാൻസസ് ഉണ്ട്. ആ ഒരു റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. സാർ ഇനി അറിയേണ്ടത് LT ഫുഡ്സിനെ പറ്റിയാണ്. നമ്മൾ LT ഫുഡ്സിന്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 377 എന്നുള്ള ഒരു പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. 1.78% ഒരു ഇടിവായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ ഇപ്പോൾ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. LT ഫുഡ്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? LT ഫുഡ്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 350 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 3 റെസിസ്റ്റൻസ് ലെവൽസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. ആദ്യത്തെ 400, പിന്നീട് 420, അതിനുശേഷം 440.
സാർ ഇനി അറിയേണ്ടത് PFCയെ പറ്റിയാണ്, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ. നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 3% ഒരു ഇടിവായിരുന്നു ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 406 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ ജൂലൈയിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ എടുത്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. നിലവിൽ ഇപ്പോൾ ഏകദേശം 25% തൊട്ട് മുകളിലേക്കുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ലെവലിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പവർ ഫൈനാൻസ് വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 450 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 378 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. സാർ ഇനി അറിയേണ്ടത് CG പവറിനെ പറ്റിയാണ്. CG പവർ 0.8% ഒരു ഇടിവായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. 691 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. CG പവറിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? CG പവർ വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്ക് നമുക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കാണാൻ സാധിക്കുന്ന ഫെബ്രുവരി മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 510 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ഈ സ്റ്റോക്ക് ഏപ്രിൽ മാസം മുതൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 640 മുതൽ 660 രൂപ വരെ. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ആ റേഞ്ചിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സാർ ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോക്കായിട്ട് ഫോക്കസിലുള്ളത് ആസ്റ്റർ DM ആണ്. ആസ്റ്റർ DMന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് 0.81% ഒരു ഇടിവാണ്. മാത്രമല്ല 579 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി പാറ്റേൺ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഫെബ്രുവരിക്ക് ശേഷം വീക്കിലി ട്രേഡിംഗ് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പല വീക്കിലും ക്ലോസ് ചെയ്യാൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആസ്റ്റർ DM കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത്. നിഫ്റ്റി 50 അപേക്ഷിച്ച് ദി സ്റ്റോക്ക് ഹാസ് ബീൻ ഔട്ട് പെർഫോമിംഗ് ദി ഇൻഡെക്സ്. സോ ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 520 മുതൽ 540 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സാർ ഇനി അറിയേണ്ടത് IT-യിൽ നിന്നുള്ള TCSനെ പറ്റിയാണ്. നിലവിൽ 0.5% ഒരു ഇടിവായിരുന്നു ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 3498 എന്നൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് TCSൽ കാണാൻ സാധിക്കുന്നത്. TCSന്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് ഓഗസ്റ്റിൻ്റെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്കിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നിലവിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 20%-ലേക്ക് മുകളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് TCSൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. TCSൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ TCS സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ നിഫ്റ്റിയുടെ IT ഇൻഡെക്സും അതേ സമയത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. സോ നമ്മൾ ഈ അതായത് TCSും IT ഇൻഡെക്സും സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു ഒരു മേജർ ബോട്ടം. അതിനുശേഷം TCSലും അതുപോലെ തന്നെ മേജർ IT സ്റ്റോക്സിലൊക്കെ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബുള്ളിഷ്, ബട്ട് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നിഫ്റ്റി IT ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 35,600 മുതൽ 36,000 പോയിന്റ് വരെ. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് TCS, HCL ടെക്നോളജി മുതലായ ഹെവി വെയ്റ്റ്സിലൊക്കെ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കും. TCSന്റെ സ്പെസിഫിക് കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 3,360 രൂപയായിരിക്കും. എനിക്ക് തോന്നുന്നത് ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യപ്പെടും. ഇന്നത്തെ മാർക്കറ്റിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കണമെങ്കിൽ 3,600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ ഇനി അറിയേണ്ടത് നമ്മൾ ഇന്നലെ റെയിൽവേ സെക്ടറിലെ പല സ്റ്റോക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്തത് നമ്മൾ ജൂപ്പിറ്റർ വാഗൻ്റെ ടെക്നിക്കൽ വ്യൂ ഒക്കെ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് ചോദിക്കാനുള്ള റെയിൽവേ സെക്ടറിൽ നിന്നുള്ള RVNL പറ്റിയാണ്. RVNL നിലവിൽ നമുക്ക് RVNL ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ 3.8% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു RVNL കാഴ്ചവെച്ചത്. നമുക്ക് ഈ ഒരു മാസത്തിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ഓൾറെഡി ഒരു 18% നേട്ടം രേഖപ്പെടുത്തിയാണ് നിലവിൽ നിൽക്കുന്നത്. RVNL ഇനി താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? RVNLന്റെ കേസിൽ
കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിനിടെ വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹെസ് ടേൺഡ് ബുള്ളിഷ്, ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നുണ്ട്. സോ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്നും നാളെയൊക്കെ തുടരുമെന്ന് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 380 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. സാർ ഇനി അറിയേണ്ടത് UPLനെ പറ്റിയാണ്. ഇന്നലെ 2.6% ഒരു ഇടിവായിരുന്നു UPL രേഖപ്പെടുത്തിയത്. 628 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് നമുക്ക് UPLൻ്റെതായിട്ട് കാണാൻ സാധിക്കുന്നത്. UPLൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? UPL is a small cap stock and ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് അല്പം വീക്കായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 620 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ നമുക്ക് അടുത്ത ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഓറോ ഫാർമയാണ്. ഓറോ ഫാർമ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 1.7% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1191 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഓറോ ഫാർമയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ബെയറിഷും ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1140 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ഈ സ്റ്റോക്കിലെ ഹെവി സെല്ലിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. സാർ നമുക്ക് ഇനി അറിയേണ്ടത് ഡിക്സൺ ടെക്നോളജീസിനെ പറ്റിയാണ്. നമ്മൾ ഡിക്സൺ ടെക്നോളജീസിന്റെ ഒരു പാദഫലം നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ഏകദേശം 378% ഒരു വളർച്ച രേഖപ്പെടുത്താൻ ഡിക്സൺ ടെക്നോളജീസിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡിക്സൺ ടെക്നോളജീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡിക്സൺ ടെക്നോളജിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന് 17,200 രൂപയിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇന്നലെ ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തിരുന്നു. ബട്ട് ആ ഒരു റെസിസ്റ്റൻസ് എത്തിയപ്പോഴേക്കും പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 16,000 രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. സാർ ഇനി അറിയേണ്ടത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. നിലവിൽ നോക്കുമ്പോൾ 1.2% ഒരു നേട്ടം, 1.1% ഒരു നേട്ടമാണ് റിലയൻസ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 1424 ഈ ഒരു സ്റ്റോക്കിൽ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ 2 മാസങ്ങളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നേട്ടം നൽകിയ ഒരു ക്ലോസിംഗ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റിലയൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒരു ലോസ് ഓഫ് മൊമെന്റം കാണുന്നുണ്ട്. ആൻഡ് അത് ഇറ്റ്സ് ഹാപ്പനിങ് ബിക്കോസ് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ. കൈവശം നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 1418 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി അറിയേണ്ടത് അവസാനമായ ഒരു സ്റ്റോക്ക് കൂടിയുള്ളത് കിറ്റക്സ് ആണ്. കിറ്റക്സ് നമുക്ക് നിലവിൽ നോക്കുമ്പോൾ 2.3% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരു 3 മാസമായിട്ട് നോക്കുമ്പോൾ മികച്ച ഒരു റിട്ടേൺ നൽകിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കിറ്റക്സിൽ താങ്കളുടെ ഒരു ടേക്ക്? കിറ്റക്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കിറ്റക്സ് ഇസ് ഹൗവർ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ഇന്നലത്തെ ട്രേഡിൽ എനിക്ക് കാണാൻ സാധിക്കുന്ന ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തുടരാൻ ഒരു നല്ല ചാൻസസ് ഉണ്ട്. നമ്മൾ ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 278 രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. താങ്ക് യു സാർ, ഇത്രയും വിലപ്പെട്ട അഡ്വൈസും മാർക്കറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി നൽകിയതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. സോ പ്രേക്ഷകർ ഇവിടെ തന്നെ തുടരുക. സ്റ്റേ ട്യൂൺഡ്. നന്ദി.